മോഹൻദാസ്, കൂർക്കഞ്ചേരിൽ വീട്, കൂമൻമുക്ക്, വയ തോട്ടത്തിൽ. കത്താർക്കാ? എനിക്കാണോ? നിന്റെ അമ്മയുടെ നായർക്ക്. നിനക്കാര് കത്തയക്കാനടി? നിന്റെ അച്ഛൻ ചത്തിട്ട് നാള് പറയായില്ലേ? എന്റെ അച്ഛൻ നേരത്തെ ചത്തത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിലേ അങ്ങേര് നേരത്തെ നിങ്ങളെ തല്ലി കൊന്നേനെ. ഒരു വെട്ടിയമ്മച്ചെന്നാണല്ലോ. പൊടിയകത്ത്. ഓ, നിങ്ങൾക്ക് എന്തും പറയാം, എനിക്ക് മിണ്ടിക്കൂടാ. പോലീസ് പണി വിട്ടാലെങ്കിൽ നേരെയാവും വിചാരിച്ചു. എവിടെ? ദേവയാനി, കളർകോട് മന, മുതലക്കുണ്ട്. മുതലക്കുണ്ടിന്നൊരു പെണ്ണും കൂടി കത്തയക്കും. ആര് കത്തയച്ചെന്നാ? ഡിയർ മോഹൻദാസ്, എന്റെ നാട്ടിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന് വൈകിട്ടാണ് അറിഞ്ഞത്. ഞാൻ സ്റ്റേഷനിൽ ചെന്നു. നിങ്ങൾ ചാർജ് എടുത്തിട്ടില്ലെന്നും ന്യൂമോണിയ പിടിച്ച് കിടപ്പിലാണെന്നും പറഞ്ഞു. പുറമേ കാണാൻ എന്ത് മനോഹരമായ സ്ഥലം. എരിയുന്ന ഒരു അഗ്നിപർവ്വതമാണെന്ന് കണ്ടാൽ തോന്നുന്നു. ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സ്പാനിഷ് ചൊല്ലുണ്ട്. എന്താ? നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ ഒരു കലാപം ഉണ്ടാകണം. അങ്ങനെ കലാപം ഉണ്ടായില്ലെങ്കിൽ ആ നഗരം കത്തി ചാമ്പലാകുന്നതാണ് നല്ലത്. അനീതിയുടെയും കലാപത്തിന്റെയും കണക്കെടുത്ത നമ്മുടെ നാടൊക്കെ എന്നേ കത്തിച്ചാരമാകേണ്ടതാണ് മാഷെ. തന്നെ പോലുള്ള പ്രാസംഗികരാണ് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം. മാഷെ, മനസ്സുകൊണ്ട് ഞാൻ ഈ മനസ്സ് തന്റെ ഇടമില്ലാത്തൊരുത്തിന്റെ മനസ്സ് ആർക്ക് വേണടോ? പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ നാട് മാത്രമല്ല, പഠിച്ചിട്ടില്ലേ, പണവും അധികാരവും അസന്തുലിതമായിരിക്കുന്ന ഏതൊരു സമൂഹവും ക്രൂരമാണ്. വലിയ ഐശ്വര്യവും പ്രതാപവും ഉണ്ടായിരുന്ന കളർകോട് മനയിലെ വിഷ്ണു നമ്പൂതിരിയാ പോയത്. ആ വാഴയിലക്കെട്ട് എവിടെക്കാന്നറിയോ? വല്ല ചായക്കടയിലും വിറ്റ് കാശ് വാങ്ങിക്കാൻ, എന്നിട്ട് വേണം അരി വാങ്ങിച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ. മനസ്സിലായോ? എന്തേ ഇങ്ങനെ സംഭവിക്കാൻ? സംഭവിച്ചതല്ല, സംഭവിപ്പിച്ചതാണ്. അനന്തൻ നായരുടെ മറ്റൊരു കുടിപ്പക എന്ന് പറയില്ലേ, അത് തന്നെ. മോഷണത്തിലൂടെയായിരുന്നു അനന്തൻ നായരുടെ തുടക്കം. ഈ നമ്പൂതിരിയുടെ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ടേ ഇല്ലത്തുണ്ടായിരുന്ന ഒരു വെള്ളിക്കിണ്ണം അനന്തൻ നായർ എങ്ങനെയോ കട്ടെടുത്ത് വിറ്റു. അഞ്ചനം വിട്ട് നോക്കിയപ്പോ ആളെ പിടിച്ചെന്നാ പറയുന്നത്. കിണ്ണം തിരിച്ചു ചോദിച്ചില്ലെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യത്തിന് ആൾക്കാരുടെ മുമ്പ് വെച്ച് നമ്പൂതിരി അനന്തൻ നായർ കിട്ടുമെന്ന് അങ്ങ് കൊടുത്തു. അവിടുന്ന് ആ പ്രശ്നം തുടങ്ങിയത്. അങ്ങനെ എന്തെല്ലാം കഥകൾ. കണ്ടോ ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? കണ്ടോ? ഒക്കെ കോളംകോരി. അല്ല, മാഷപ്പാന്നു. ടീച്ചർ എന്താ ഇവിടെ? ഇതാണ് എന്റെ വീട്. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ ന്യൂമോണിയ കാരണം ചാർജ് എടുത്തിട്ടില്ലെന്ന് അറിഞ്ഞു. സുഖായോ? ആയി വരുന്നു. വരൂ, അകത്ത് കയറിയിട്ട് പോവാ. ഞങ്ങൾ ഒരുമിച്ച് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിരുന്ന. വരൂന്നേ. പിന്നീട് ഒരിക്കലാകാം. ബസ്സിൽ വരുമ്പോ മാഷ് ഒരു ബന്ധുവിനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞ മാഷ് ഇവിടുത്തെ സ്റ്റേഷനിലാണെന്ന്. ന്യൂമോണിയ എന്ന് അറിഞ്ഞ് ഞാനൊരു കത്ത് അയച്ചിരുന്നു. കിട്ടിയോ? കത്തോ? ഇല്ല. പിന്നെ ടീച്ചറെ, ഞാൻ SI ആണെന്നുള്ള കാര്യം ആരോടും പറയരുത്. എന്താ പ്രശ്നം? മോനെ മോനെ മോഹൻദാസാ. അയ്യോ, വയസ്സുകാലത്ത് അച്ഛനായിട്ട് ഓടിക്കല്ലേടാ. വയസ്സുകാലത്ത് ശേഷം പേരിട്ട് ഓടിച്ചു. എടാ, ഞാൻ നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വന്നല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഒന്നവിടെ നിക്ക്. തോറ്റു വിനക്കൊണ്ട്. ഓ ഓ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു. നിനക്ക് ന്യൂമോണിയ ആണല്ലേ? അവിടെ ഇവിടെയൊക്കെ ആളുകൾ നോക്കണച്ചാ. നോക്കട്ടാ, ഈ ലോകം മുഴുവൻ കാണട്ടെ. ഒരച്ഛന്റെ ദുഃഖം എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. നീ യൂണിഫോം സ്റ്റേഷനിലേക്ക് പോവാ. അയ്യോ അച്ഛ, ഇത് നമ്മുടെ നാട് പോലെ അല്ല അച്ഛാ. ആളുകൾ ഉണ്ടാ നാണക്കേടാച്ചാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നീ ചാർജ് എടുക്കുന്നുണ്ടോ ഇല്ലയോ? ഈ സ്റ്റേഷനിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇല്ലേ? ഇല്ല. തീർച്ചയാണോ? തീർച്ചയാണ്.
ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പായിട്ടും തീർച്ചയാണോ? തീർച്ചയായിട്ടും ഉറപ്പാണ്. എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് കാര്യമില്ല ദൈവമേ. ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. കയറോടെ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവാൻ പറ്റി കയറ് കിട്ടുമോ? ഉണ്ടല്ലോ. മരിക്കുന്നതിലേക്ക് വിരോധമില്ല, പക്ഷെ ഈ കയറെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കയറുകൊണ്ട് ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ വാടക എടുത്തിരിക്കുന്ന വീടാ. മരിക്കണമെങ്കിൽ വേറെ ഉത്തരം നോക്കിക്കോളൂ. കൊല്ലം പറ്റിയ അയ്യോ അച്ഛൻ തൂങ്ങിച്ചാണ്. ഞാൻ ചാർജ് എടുക്കാം. നീ ചാർജ് എടുക്കുവോ? ഇന്നെടുക്കുവോ? നാളെ എടുത്താ പോരെ. അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ. എന്നാ യൂണിഫോമോടെ വായി നോക്കി നടക്കാം. ഞാൻ പറഞ്ഞു ചെയ്താൽ മതി. അതിന് പുഴകുപ്പതല്ല. ഇതാണ് നിങ്ങളുടെ പുതിയ യമാൻ, എന്റെ മകൻ സബ് ഇൻസ്പെക്ടർ CK മോഹൻദാസ് MA. ചിരിക്കരുത്. മേലധികാരി താഴെ കിടക്കാരോട് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. സാർ, അന്ന് ആളറിയാതെ സംഭവിച്ചു പോയതാണ് സാർ. എന്ത് സംഭവിച്ചു? അത് വേണ്ട, അതൊന്നും പറയണ്ട. അതൊന്നും സാരമില്ല. മർത്തേന് കൈപ്പിഴ ജന്മസിദ്ധം എന്നാണല്ലോ. അപ്പോഴേ ഇത് ട്യൂട്ടോറിയൽ കോളേജ് അല്ല. ഓർഡർ കൊടുക്കുക, അനുസരിപ്പിക്കുക, അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ. ഞാൻ എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല. ഇവൻ ആളൊരു സിംഹമാണ്, പുലി. കണ്ണിച്ചോരയില്ലാത്തവനാ, എന്തും ചെയ്തു കളി. ധീരന. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അമ്മ അവിടെ വിവരമൊന്നും അറിയാതെ പരിഭ്രമിച്ചിരിക്കുകയായിരിക്കും. ഓടിപ്പോണമെന്ന് തോന്നുമ്പോ ഒറ്റ കാര്യം ആലോചിക്കുക. 2 മുഴം കയറ്, ഒരു ഉത്തരം. അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ സിംഹവും പുലിയൊന്നുമല്ല. പുള്ളി വെറുതെ പറഞ്ഞതാ. ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ 2 മുഴം കയറും ഒരു ഉത്തരവും എന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലോ സാർ. അത് പിന്നെ ഈ കള്ളന്മാർ ഓടിപ്പോകുമ്പോ 2 മുഴം കയറും ഉത്തരവും കൂടെ ഒരു വിദ്യയുണ്ട് കള്ളന്മാരെ പിടിക്കാൻ. അച്ഛനും റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളാ. അത് സല്യൂട്ട് കണ്ടപ്പോഴേ മനസ്സിലായി സാർ. ഇരിക്കൂ. നമസ്കാരം. അന്ന് ഈ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കണ്ടല്ലോ. അതെ, കണ്ടിട്ടുണ്ട്. വസൂരിക്ക് കുത്തിവെക്കാൻ വന്നാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ടൊരു ബെറ്റ് വെച്ചു. ചാർജ് എടുക്കുന്നതിന് മുമ്പ് കുറച്ചു ദിവസം ഇവിടെ വന്ന് ആൾമാറാട്ടം നടത്തുന്നു. ബെറ്റിൽ ഞാൻ ജയിച്ചു. പിന്നെ ഞാൻ അനന്തൻ നായർ. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എനിക്ക് സുഹൃത്തുക്കളായിട്ട്. നമുക്കും അങ്ങനെ ആകാമെന്ന് കരുതുന്നു. തീർച്ചയായും. ഐ എം മോഹൻദാസ്. മറ്റ് തിരക്കുകളൊന്നുമില്ലെങ്കിൽ ഇന്നത്തെ അത്താഴം എന്റെ വീട്ടിലാകാം. എന്തു പറയുന്നു? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കൂടുതൽ എടുക്കുന്ന വീട്ടിൽ വെച്ചാകാം. ഞാൻ ജീപ്പ് കൊടുത്തയക്കാം. നോ താങ്ക്സ്. ഇവിടെ ജീപ്പുണ്ടല്ലോ, ഞാൻ എത്തിക്കോളാം. ഓക്കെ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരണം. ഇതാരാണെന്ന് അറിയാമോ? സോമശേഖരൻ നായർ. ഹലോ, ഇവിടുത്തെ DYSP. സർ, സോറി. ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. ഇതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ചയല്ലേ. റിലാക്സ് യുവർസെൽഫ്. യെസ് സർ. കം ഓൺ, ടേക്ക് യുവർ സീറ്റ്. താങ്ക്സ്. ഇദ്ദേഹം ഫിലിപ്പ് കാക്കത്തോട്ടിൽ, മലയോര കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്. കേളപ്പൻ നായർ പ്രമാദമായ സ്പിരിറ്റ് കുംഭകോണ കേസിലെ 1-ാം പ്രതി. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടകളിത്തോഴൻ. അങ്ങനെ കള്ളന്മാരും പോലീസുകാരും ഒരു തീന്മേശയ്ക്ക് ചുറ്റും സമ്മേളിക്കുന്ന സന്ദർഭമാണിത്. ഇതൊക്കെ തന്നെയാണ്
നമ്മൾ ഈ ദേശീയോദ്ഗ്രഥനം എന്നൊക്കെ പറയുന്ന ഭണ്ഡാരം അല്ലേ മിസ്റ്റർ സംശയമുണ്ടോ? എനിക്ക് വേണ്ട തട്ടിക്കോ സാർ. ഞാൻ എന്താ കഴിക്കില്ലേ? അതെന്തോന്ന് ചോദ്യം ശേഖര? കണ്ണി അടിക്കാത്ത പോലീസ് എന്തോന്ന് പോലീസ്? അതുകൊണ്ടല്ല, വയറ്റ് വേദനയ്ക്ക് ഒരു മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. വയറ്റിൽ വേദന ഉണ്ടെങ്കിൽ ബ്രാൻഡിയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കുരുമുളക് ഇട്ട് ഒറ്റ കീച്ചം കീച്ചിയാ മതി. അതായത് ഹോമിയോപ്പതി മരുന്നാ, മദ്യം തൊടാൻ പാടില്ല. എന്നൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. വേണ്ട, ഈ മദ്യസേവ മാത്രം നമ്മൾ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പേര് ഞാൻ മറന്നു. മോഹൻദാസ്. ആ, മിസ്റ്റർ മോഹൻദാസിന് മദ്യവിരോധവും മറ്റോ ഉണ്ടോ? ഇല്ല സാർ. അല്ല, ഞാൻ മറ്റൊരു കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഈ ഏരിയയിലുള്ള എല്ലാ അരാക് ഷാപ്പുകളും മിസ്റ്റർ അനന്തൻ നായരുടേതാണെന്ന് മോഹൻദാസിന് അറിയാമോ? ഇല്ല സാർ. എന്നാൽ അങ്ങനെയാണ് കാര്യം. നമ്മുടെ സർക്കാർ സപ്ലൈ ചെയ്യുന്ന സ്പിരിറ്റ് ആവശ്യത്തിന് തികയില്ലെന്നറിയാമല്ലോ. ദോഷം പറയരുതല്ലോ. നല്ല ഔഷധ മൂല്യമുള്ള നാടൻ ചാരായമാണ് അനന്തൻ നായർ നാട്ടുകാർക്ക് കൊടുക്കുന്നത്. പാവങ്ങളായ നാടൻ ബാറ്റുകാരെ രക്ഷിക്കുക എന്നൊരു മഹത്തായ ഉദ്ദേശം കൂടി അതിന്റെ പിന്നിലുണ്ടെന്ന് കഴിക്കൂ. ചാരായവുമായി ജീപ്പുകൾ പോകുമ്പോ മിസ്റ്റർ മോഹൻദാസ് അത് ശ്രദ്ധിക്കാതിരുന്ന മനസ്സിലായല്ലോ? യെസ് സാർ. അപ്പോ ഒക്കെ വേണ്ടതുപോലെ ചെയ്തേച്ചാണ്. അനന്തൻ നായരുടെ ആവശ്യങ്ങൾക്കാണ് പ്രധാന പരിഗണന നൽകേണ്ടത്. ഓക്കെ? ശരി സാർ.